ഇപ്പോൾ സമ്പത്ത് എം പി കൂടി ചേരുകയാണ് നമ്മോടൊപ്പം. ശ്രീ സമ്പത്ത് എം പി, എന്തായാലും പാകിസ്ഥാനെതിരെ കടുത്ത നിലപാടുമായി ഇന്ത്യ നീങ്ങുമ്പോൾ ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള ഒരു മുന്നറിയിപ്പുമായി ഇപ്പോൾ പാകിസ്ഥാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. സിന്ധു നദീജല ഉടമ്പടി ഇന്ത്യക്ക് ഏകപക്ഷീയമായി റദ്ദാക്കാനാകില്ല എന്നൊരു മുന്നറിയിപ്പ്. ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അന്താരാഷ്ട്ര കോടതിയെ സമീപിക്കുമെന്നും പാകിസ്ഥാൻ ഇപ്പോൾ ഒരു മുന്നറിയിപ്പ് നൽകുന്നു. ഏത് രീതിയിൽ പ്രതികരിക്കുന്നു? കാശ്മീർ വിഷയം അതൊരു പുതിയ സംഭവമല്ല. അത് ഇന്ത്യ പാകിസ്ഥാൻ കാലത്ത് തന്നെ ആരംഭിച്ചത് 70 വർഷമായി പരിഹരിക്കപ്പെടാത്തത്. അത് ഇന്ത്യൻ ഫെഡറേഷന്റെ ശരീരത്തിൽ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് എ തോൺ ഇൻ ദ ഫ്ലഷ് എന്നൊക്കെ പറയാവുന്നത് പോലെ ആ പ്രശ്നം അങ്ങനെ തന്നെ തുടരുകയാണ്. വാസ്തവത്തിൽ കാശ്മീരിലെ പ്രശ്നത്തിന് രാഷ്ട്രീയമായ പരിഹാരമാണ് ആവശ്യമായിട്ടുള്ളത്. അങ്ങനെ ഒരു രാഷ്ട്രീയമായ പരിഹാരം, ആ രാഷ്ട്രീയ പരിഹാരത്തിന് പകരം സൈനികമായ നടപടികൾ കൊണ്ട് പ്രശ്നം പരിഹരിക്കാനായി കഴിയുകയില്ല. അവിടെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെ അതിനെ സാമുദായികമായി വർഗീയമായ ധ്രുവീകരണത്തിന് അതിനെ ദുരുപയോഗപ്പെടുത്താനാണ് BJPയുടെ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ ശ്രമിക്കുന്നതെന്നുള്ള ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വന്നിരിക്കെ ഇത്തരത്തിൽ വോട്ട്, നിയമസഭാ സീറ്റ്, സംസ്ഥാനങ്ങളുടെ ഭരണം, അങ്ങനെ ചില കാര്യങ്ങൾ കണക്കാക്കിക്കൊണ്ട് കാശ്മീർ വിഷയത്തെ ഇങ്ങനെ വംശീയമായി അല്ലെങ്കിൽ അത് വർഗീയമായി അങ്ങനെ കാണുന്നതിന് വേണ്ടി അതിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളൊരു ആരോപണമുണ്ട്. ആ ആരോപണം സാങ്കത്യമുള്ളതാണ് എന്നും ആരോപണം കഴമ്പുള്ളതാണ് എന്നും തന്നെയാണ് വിവിധ മാധ്യമങ്ങളും പൊതുസമൂഹവും എല്ലാം വിശ്വസിക്കുന്നത്. രണ്ടാമത്തേത്, ഈ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് ഇന്ത്യയുടെ അതിർത്തി കടന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായ ഭീകരാക്രമണങ്ങളാണ്. ആ ഭീകരാക്രമണങ്ങളിൽ ഒരു കാര്യം ഉറപ്പുള്ളൊരു കാര്യം, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അന്നത്തെ സോവിയറ്റ് പട്ടാളം പിന്മാറിയതോടുകൂടി താലിബാൻ ഉൾപ്പെടെയുള്ള വിവിധ ചെറുതും വലുതുമായിട്ടുള്ള ഭീകരവാദി ഗ്രൂപ്പുകളെല്ലാം അവിടെ സ്ഥലം കൈയടക്കി, ആയുധങ്ങൾ കൈയടക്കി. പാകിസ്ഥാന്റെ കൂടി സഹായത്താൽ, പാകിസ്ഥാന്റെ സഹായം എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ അന്തർദേശീയ തലത്തിൽ പല മാനങ്ങളിലും അവർക്ക് സാമ്പത്തികമായും ആയുധപരമായും ഉള്ള സഹായം നൽകിയതിലും അമേരിക്കൻ ഐക്യനാടുകൾക്കുള്ളൊരു പങ്കുണ്ട്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ താല്പര്യങ്ങൾ എന്നുള്ളത് അത് വളരെ പണ്ടേ തന്നെ പരസ്യമായ ഒരു രഹസ്യമാണ്. ഇവിടെ പാകിസ്ഥാനെ ആയുധവൽക്കരിക്കുന്നത് ആരാണ്? പാകിസ്ഥാന് ദീർഘകാല വായ്പകൾ നൽകുന്നത് ആരാണ്? പാകിസ്ഥാന് വേണ്ടി അന്തർദേശീയ വേദികളിൽ സഹായങ്ങൾ നൽകുന്നത് ആരാണ്? ഇതിലെല്ലാം മുമ്പന്തിയിൽ നിൽക്കുന്നത് അമേരിക്ക തന്നെയാണ്. ശ്രീ സമ്പത്ത്, കേൾക്കാമെങ്കിൽ, അതായത് നമുക്ക് നിലപാടുകൾ കർക്കശമാക്കണം, അത് അന്തർദേശീയ തലത്തിലുള്ള നിലപാടുകൾ കർശനമാക്കണം, എല്ലാ തരത്തിലുള്ള സാമ്പത്തിക പ്രതിരോധമായാലും ഒക്കെയും ഒരു ഇടപെടലിലൂടെ സാധ്യമാക്കണം, മുന്നറിയിപ്പ് നൽകണം. പക്ഷേ ഈ പറയുന്ന സിന്ധു നദീജല കരാറിൽ കടുത്ത നിലപാടിലേക്ക് പോകാൻ ഇന്ത്യക്ക് കഴിയുമോ? 1960 രൂപീകരിച്ച ഒരു കരാറ്, ആ കരാറിൽ ഇപ്പോൾ 20% ജലം ഇന്ത്യ ഉപയോഗിക്കുന്നു. അത് കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് ആ തരത്തിലുള്ള ഇടപെടൽ യുക്തിഭദ്രമാണോ? പാകിസ്ഥാന് ഇന്ത്യയിൽ നിന്ന് അവർക്ക് കാര്യമായി എന്തെങ്കിലും ഇറക്കുമതികൾ അങ്ങനെ ഉള്ളതാണോ? അതല്ല. പാകിസ്ഥാനിൽ നിന്നും പാകിസ്ഥാൻ വഴിയുമുള്ള ഇറക്കുമതികൾ നമുക്കാണോ കൂടുതൽ ഗുണകരം എന്നതാണ് ഇവിടെ പരിശോധിക്കേണ്ടതായ കാര്യം. ഞാൻ ഒരു 1.5 മാസത്തിന് മുമ്പ് ർക്ക് മനസ്സിലാകും, വാഗ എന്നത് പാകിസ്ഥാനിലെ ആ വില്ലേജിന്റെ പേരാണ്. അട്ടാറി എന്നതാണ് ഇന്ത്യൻ സൈഡ്. ഈ അട്ടാറി ബോർഡർ വഴി, വാഗ അതിർത്തിയിലെ പാകിസ്ഥാൻ വഴി കടന്നു വരുന്നതായിട്ടുള്ളത് അഫ്ഗാനിസ്ഥാനിൽ നിന്നും മധ്യപൂർവ്വ ദേശങ്ങളിൽ നിന്നും ആ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ദൂരം റോഡ് വലിയ ട്രക്കുകളിൽ കൊണ്ടുവരുന്ന സിമന്റ് മുതൽ നമ്മുടെ ഭക്ഷ്യാവശ്യത്തിനുള്ളതും ഉണക്ക പഴവർഗ്ഗങ്ങൾ പലതും ഉണക്കിയെടുത്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് അടക്കം, നട്ട്സ് അടക്കം, അങ്ങനെ പല കാര്യങ്ങളും, ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് പരമാവധി കുറച്ച് പച്ചക്കറികളോ അത്തരത്തിലുള്ള കാര്യങ്ങളോ ആണ് ഈ അതിർത്തി വിട്ടപ്പുറത്തേക്ക് പോകുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഇന്ത്യ പാകിസ്ഥാന് ഇങ്ങനെ വാണിജ്യ കാര്യങ്ങളിൽ മോസ്റ്റ് ഫേവേർഡ് നേഷൻ പദവി നൽകിയിട്ടുള്ളത് പാകിസ്ഥാന്റെ ആവശ്യപ്രകാരമൊന്നുമല്ല,
അത് ഇന്ത്യയുടെ താല്പര്യത്തിനെതിരെയാണ് നാം അത്തരത്തിൽ നൽകിയിട്ടുള്ളത്. ഇനി സിന്ധു നദീജലത്തെ അത് പങ്കിടുന്നതുമായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യം 1965 തന്നെ അത്തരത്തിലുള്ള ഒരു കരാർ നിലനിൽക്കുമ്പോൾ അത് വിഭജന കാലത്തുള്ള യുദ്ധവും 65 യുദ്ധവും അതിനുശേഷം 71 പാകിസ്ഥാൻ പരാജയപ്പെട്ട യുദ്ധവും അടക്കം ഇതെല്ലാം നടന്നപ്പോഴും അതിനുശേഷം കാർഗിലിലെ നുഴഞ്ഞുകയറ്റത്തെ നാം നേരിട്ടപ്പോഴും ഒക്കെ ഈ സിന്ധു നദീജല തർക്കം അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇവിടെ തർക്കത്തിന് കാരണം ഇന്ത്യയാണ് എന്നുള്ള നിലയിലേക്ക് അന്തർദേശീയ നിലവാരത്തിലേക്ക് പാകിസ്ഥാൻ ഉന്നയിച്ചാൽ അത് ഇന്ത്യയുടെ അന്തർദേശീയ പ്രതിച്ഛായയെ ബാധിക്കുകയില്ലേ എന്നുള്ള കാര്യം കൂടി നാം ദീർഘവീക്ഷണത്തോടു കൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്.